വണക്കം. ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ട് റിപ്പോർട്ടർ ചാനലിലേക്ക് കുടിയേറിയ RJ അന്തു എന്ന് പറയുന്ന ജേർണലിസ്റ്റ്, നേരത്തെ RJ ആയിരുന്നു, പിന്നെ VJ ആയി, അതിനുശേഷം ജേർണലിസ്റ്റായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന RJ അന്തു, മറ്റേ യുവജനോത്സവം എന്ന് പറയുന്ന ഏഷ്യാനിലെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ജേർണലിസ്റ്റാണ് RJ അന്തു എന്ന് പറയുന്നത്. നിഷ്പക്ഷനാണ് എന്നാണ് ഇദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇദ്ദേഹത്തിന് വളരെയധികം ആവേശമാണ്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആസ് എ ജേർണലിസ്റ്റ് ഇയാളിപ്പോൾ എയറിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സംഭവം വേറൊന്നുമില്ല, കഴിഞ്ഞ ദിവസം ഇയാൾക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷം ഇയാൾ നേരെ KM ചെറിയാൻ ആശുപത്രിയിലേക്ക് പോയി. ചെങ്ങന്നൂരുള്ള KM ചെറിയാൻ ആശുപത്രിയിലേക്ക് പോയപ്പോൾ അവിടെ ഇയാളെ എക്സ്റേ എടുപ്പിച്ചു കഴിഞ്ഞ ശേഷം CT സ്കാൻ ചെയ്യിപ്പിച്ചു. CT സ്കാൻ കണ്ട ഡോക്ടർ പറഞ്ഞു, ഓ മൈ ഗോഡ്, തൻ്റെ വൻകുടലും ചെറുകുടലും പിണഞ്ഞു കിടക്കുകയാണ്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണം എന്നുള്ള രീതിയിൽ സംസാരിച്ചുവെന്നും പോരാത്തതിന് ഈ ഓപ്പറേഷന് വേണ്ട തുക ഒന്ന് ചർച്ച ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞെന്നും അങ്ങനെ 2 ലക്ഷം രൂപയാവും ഓപ്പറേഷന് വേണ്ടി എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു എന്നുമാണ് ഇയാളുടെ ആരോപണം. ഇത് കണ്ട് കണ്ണു തള്ളിയ ഇയാൾ അവിടെ നിന്നും ഇറങ്ങി വേറൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നല്ല കിടുക്കോച്ചി പിണ്ണതയിലോട്ട് ഒന്ന് തടവിയാൽ മതി, ഇതൊക്കെ പമ്പ കിടക്കുന്നത് പോലെ കിടക്കും എന്നാണ് പറഞ്ഞതെന്നും അങ്ങനെ ഞാൻ 2 പിണ്ണതയിലോട്ട് പിടിച്ച് ഒരു ബാൻഡേഡ് ഉപ്പിട്ട് ഇരിക്കുകയാണ്, പിന്നെ എന്തിനാണ് എൻ്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ ചിലവാക്കാൻ പറഞ്ഞത്, ഇത് വലിയ തട്ടിപ്പാണ്, ഇവർ ആശുപത്രിയല്ല, ആശുപത്രി മാഫിയാണ്, പോരാത്തതിന് ഇവർ അവയവം പിടുങ്ങുന്ന ടീമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണം ഇയാളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചു. സ്വാഭാവികമായിട്ട് ഈ ആശുപത്രികൾക്കെതിരെ ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും വേണ്ട കാര്യം എന്താണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇത് 3 മനുഷ്യന് വേണ്ടത്. ഇത് കഴിഞ്ഞാണ് സെക്സ് വരുന്നത്. ഈ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെയുള്ള 3 കണ്ടൻറ്റിൽ നമ്മൾ ഒരു കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഹോട്ടലിൽ റെയ്ഡ് നടക്കുകയാണ്, അവിടെ ഭക്ഷ്യവിഷബാധയുണ്ടായി, ജാതിയില്ല, മതവുമില്ല, രാഷ്ട്രീയമില്ല, സംഘിയില്ല, കമ്മിയില്ല, കൊങ്ങിയില്ല, സുഡാപ്പിയില്ല, എല്ലാവരും ചേർന്ന് ആ ഹോട്ടലിനെ എതിർക്കും. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തിന്നാനുള്ള സാധനമാണ്. ഇത് തിന്നു കഴിഞ്ഞ് വയറ്റിലോട്ട് പോകുമ്പം ആർക്കും എന്തും നാളെ സംഭവിക്കാം. ജാതി മതം നോക്കിയിട്ടല്ലല്ലോ അകത്തോട്ട് പോകുന്നത്. പോരാത്തതിന് ആശുപത്രികളിലും മനുഷ്യൻ്റെ ജീവിത പ്രശ്നമാണ്. ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാർ അവിടെ എന്തെങ്കിലും നെഗ്ലിജൻസ് ഉണ്ടായാൽ ഇത് വീഡിയോ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനും ഭയങ്കര സ്വീകാര്യതയാണ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ പാർപ്പിടം, ഇതിനും വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞാണ് ലസ്റ്റ് അഥവാ സെക്സ് വരുന്നത്. അതുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ആൾക്കാർ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും എക്സ്പോസ് ചെയ്യുന്നതും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ട ശേഷം ഈ വീഡിയോ അതിഭീകരമായിട്ട് വൈറലായി കഴിഞ്ഞ ശേഷം ആ വീഡിയോയുടെ ഭാഗത്തു നിന്നും 13 മിനിറ്റുള്ള ഒരു വിശദീകരണ വീഡിയോ വന്നു. ആ 13 മിനിറ്റുള്ള വിശദീകരണ വീഡിയോയിൽ ആ ഡോക്ടർ കൃത്യമായി ഇയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഇയാൾക്ക് സർജറി വേണം എന്ന് പറഞ്ഞത് എന്നും വിശദീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി KMC ഹോസ്പിറ്റൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അന്തുവിൻ്റേത് ഗുരുതരമായിട്ടുള്ള പരിക്കാണെന്നും 30 വയസ്സുകാരനായിട്ടുള്ള ഒരാളുടെ ഭാവി കണക്കിലെടുത്താൽ സർജറി തന്നെയാണ് ശാശ്വത പരിഹാരമെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. നമ്പർ 1, അന്തു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ആശുപത്രി അധികൃതർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കയ്യിലുള്ളത് വെറും ഒരു സ്ക്രാച്ച് മാത്രമാണെന്നും അവിടെ ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഇല്ലെന്നും അന്തു തെളിയിക്കണം. അതായത് CT സ്കാൻ എപ്പോഴാണ് എടുക്കുന്നത്? നമ്മളൊരു എവിടെയെങ്കിലും വീണ് എന്തെങ്കിലും ഫ്രാക്ചറോ കൈക്കോ കാലിനോ ഒടിവോ ചതവോ ആയിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഡോക്ടർ പറയും പോകുന്ന എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ ഡോക്ടർ വിചാരിക്കുന്നു ആ എക്സ്റേയിലൊന്നും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ വല്ലതും ആയിരിക്കും, അതായത് ഒരു മുടിനാരിഴയുടെ വലിപ്പമുള്ള ഫ്രാക്ചർ വല്ലതും ആയിരിക്കും. അതുകൊണ്ട് ഒരു CT സ്കാൻ കൂടെ എടുത്ത് നോക്കിയാലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? അപ്പോൾ എക്സ്റേയുടെ കാശ് വേസ്റ്റ് ആയില്ലേ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇതൊക്കെ ഡോക്ടർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്, നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഈ ഇടയ്ക്ക് സർവമായ എന്ന് പറഞ്ഞൊരു സിനിമയിൽ നമ്മുടെ നിവിൻ പോളി പറയുന്നുണ്ട്, എക്സ്റേ എടുത്തിട്ട് എക്സ്റേയുടെ കാശ് അപ്പോൾ വേസ്റ്റ് ആയില്ലേ ഡോക്ടറെ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എക്സ്റേ എടുത്ത് അത് ഡോക്ടർ പരിശോധിക്കും, എന്നിട്ട് ഡോക്ടർ മരുന്ന് തരും. എന്നിട്ടും നിങ്ങൾക്ക് അസുഖം മാറിയില്ലെങ്കിൽ ഡോക്ടർ പറയും CT സ്കാൻ എടുത്തിട്ട് വരാൻ പറയും. ഇവിടെ ആദ്യം എക്സ്റേ എടുത്തു, അതിലൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു CT സ്കാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പനിയോ ജലദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആശുപത്രി പോകുമ്പോൾ അവരൊരു പാരസിറ്റമോളും ഒരു പാൻഡോപ്പും തന്നു വിടും. പിന്നീട് നമുക്ക് പനി മാറില്ല, വീണ്ടും നമ്മൾ ആശുപത്രിയിൽ പോകും. അപ്പോൾ അവർ കുറച്ചുകൂടെ കൂടിയ ഗുളിക തരും, വീണ്ടും പനി മാറില്ല, വീണ്ടും ആശുപത്രി പോകുമ്പോഴാണ് അവർ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, 3ാമത്തെ
തവണയെ പറയൂ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ആൻറ്റിബയോട്ടിക്സ് എടുക്കാം എന്ന് ഡോക്ടർ പറയും. അതിൽ പനി മാറും, ഇതാദ്യമേ അങ്ങ് ചെയ്താൽ പോരെ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. എന്ത് തന്നെയായാലും ഡോക്ടർമാരെ കുറ്റം പറയുന്നില്ല. പ്രധാനമായിട്ടും ഇങ്ങനെയാണ് പല സ്ഥലത്തും നടക്കുന്നത്. പക്ഷേ ഇവിടെ എക്സ്റേ എടുത്തു, അത് കഴിഞ്ഞ് CT സ്കാനും എടുത്തു, കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് പൊന്നുമോനെ, ഒരു കാര്യം ചെയ്യും, ഒരു സർജറി ചെയ്യാം എന്ന് അയാളോട് പറഞ്ഞു. എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ, ചിലപ്പോൾ ഇയാൾ ഒരു ജേർണലിസ്റ്റ് കൂടെ ആയതുകൊണ്ടായിരിക്കാം ഒരു പ്രിവിലേജ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു സർജറിയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വാ, 2 ലക്ഷം രൂപയാവും എന്ന് പറഞ്ഞു. ഇത്തരമൊരു കണ്ടീഷനിൽ CT സ്കാൻ എന്നത് അനാവശ്യമായിട്ടുള്ളൊരു പരിശോധന ആയിരുന്നു എന്ന് ഇയാൾ തെളിയിക്കണം എന്നാണ് അവിടെയുള്ള ഡോക്ടർ പറയുന്നത്. ഞാനത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത്തരം ഫ്രാക്ചറുകൾക്ക് സർജറി അല്ല, മറിച്ച് ബാൻഡേഡ് ആണ് ഏറ്റവും മികച്ച ചികിത്സ എന്ന് അന്തു തെളിയിക്കണം എന്നാണ് പറയുന്നത്. മോഹന വൈദ്യനൊക്കെ മരിച്ചു പോയില്ലേ? അല്ല, ആ പാത പിന്തുടരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് സർജറി പാടില്ല എന്ന് അന്തു കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞു. അത് ഏത് അന്തൻ ഡോക്ടറാണ് എന്നാണ് ഈ ഡോക്ടർ ചോദിക്കുന്നത്. KM ചെറിയാൻ ആശുപത്രിയിലെ ഡോക്ടർ ചോദിക്കുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തരാം എന്നാണ് KM ചെറിയാൻ ആശുപത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ തുടർന്ന് ഒരു മാപ്പ് വീഡിയോയുമായിട്ട് രംഗത്തെത്തി. പക്ഷേ മുട്ട് മടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, മുട്ട് മടക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാനൊരു ജേർണലിസ്റ്റ് ആണല്ലോ, റിപ്പോർട്ടറിലേക്കൊക്കെ ഞാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞു മെഴുകിയ ശേഷം ഏറ്റവും ക്ലൈമാക്സിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ KM ചെറിയാൻ ആശുപത്രി, ആ ആശുപത്രിയിൽ സർജറിക്ക് 2 ലക്ഷം പറഞ്ഞിരുന്നു. വീഡിയോയിൽ എന്തുകൊണ്ട് ഇത് നിങ്ങൾ പറയുന്നില്ല? ഭയങ്കര യമണ്ട ചോദ്യമായി പോയി. RJ അന്തു തിരിച്ചങ്ങോട്ട് ചോദിച്ചാണ് KM ചെറിയാൻ ആശുപത്രിയോട്, എന്നോട് 2 ലക്ഷം രൂപ സർജറിക്ക് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് വീഡിയോയിൽ അത് പറഞ്ഞില്ല? വീഡിയോയിൽ എന്തിനാണ് അത് പറയുന്നത്? വീഡിയോയിൽ അത് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് 2 ലക്ഷം രൂപയാവും സർജറിക്ക്, അതുകൊണ്ട് സർജറിക്ക് 2 ലക്ഷം രൂപ ചോദിച്ചു. ഇനി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ 2 ലക്ഷം രൂപ ഇൻഷുറൻസ് ഇന്ന് പിടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇൻഷുറൻസുകാരന്മാർ അതിൽ തിരിമറി കാണിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. അവന്മാർ തരൂല, അവന്മാർ ഊടുപാടിട്ട് നടത്തിക്കും, അത് വേറെ കാര്യം. എന്ത് തന്നെയായിരുന്നാലും ആശ്വാസവാക്ക് പറഞ്ഞില്ല എന്തുകൊണ്ട്? ഇതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത്. ആശ്വാസവാക്കൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം ആശുപത്രി പോകണ്ട, നേരെ വല്ല ആശ്രമത്തിലും പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഡോക്ടർമാർ അവിടെ പോയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ അവിടെ ഇരുത്തി മോൻ്റെ തലയിലൊക്കെ തലോടി കയ്യിലൊക്കെ ഒന്ന് ഞെക്കി പിരിക്കി തന്ന ശേഷം ഇത് കുറയും, ഇത് നല്ല ഒരു ഫ്രാക്ചർ അല്ല, ഇത് അങ്ങനെയാണെന്ന് ആശ്വസിപ്പിക്കണമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ആശ്വാസവാക്കൊക്കെ പറയേണ്ടത് എപ്പോഴാണെന്ന് അറിയാം. ഈ ഫ്രാക്ചർ ആയിട്ട് പോകുന്ന ആൾക്കാരോട്, ഈ പനിയായിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ എന്തിനാണ് ആശ്വാസവാക്ക്? അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ. അതേസമയം ഞാൻ RCCയിൽ കയറിയിട്ടുള്ളൊരു വ്യക്തിയാണ്. RCCയിൽ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി കയറിയപ്പോൾ അവൻ്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് അടുത്ത കൺസൾട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾ അവിടെ ഇരുത്തി ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അടുത്ത് വരുന്ന ആൾ പുള്ളിക്ക് ബ്രെയിനിൽ ട്യൂമറാണ്, അപ്പോൾ അയാളുടെ ഫാമിലിയോട് ഇത് അവതരിപ്പിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അവരോട് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഡോക്ടർ സീനിയർ ഡോക്ടറോട് പറയും, ഡോക്ടർ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയും. അയാൾ ജീവിക്കില്ല, അയാൾ മരിച്ചു പോകും. അയാളുടെ ഉമ്മയോട് ഈ കാര്യം പറയണം ഡോക്ടർക്ക്. അങ്ങനെ ആ ഉമ്മ അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഇത് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ എന്നെ നോക്കിയിട്ട് എന്താടാ ഇവിടെ ഇരിക്കണേ, ഇറങ്ങടാ വെളിയിൽ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഇടയിൽ ആ ഉമ്മയുടെ കൈകൾ ആ ഡോക്ടർ പിടിക്കുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം ഉമ്മയുടെ തലയിൽ തലോടുന്നത് കണ്ടു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ആശ്വാസവാക്കുകൾ വേണ്ടത്. അല്ലാതെ ഫ്രാക്ചറുമായിട്ട് വന്ന് ഇന്ന് വന്ന് നാളെ പോകുന്ന അസുഖമായിട്ട് വരുന്ന ഒരാൾക്ക് ഫ്രാക്ചറാണ് മോനെ, ഒന്ന് ശ്രദ്ധിച്ചോ, ഒന്ന് 2 ലക്ഷം രൂപ അടച്ച് ഇത് ചെയ്തിട്ട് പൊക്കോ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. അതാകുമ്പോൾ ഈ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്ന സമയം പോവില്ല, അപ്പുറത്ത് ടോക്കൺ എടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് കയറാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി അടുത്ത ഇയാൾ ചോദിക്കുന്നത്, ഡോക്ടർ മനസാക്ഷി കാണിച്ചില്ല എന്ന്. അയ്യേ, അതെന്തൊരു ഒരുമാലത്തെ ചെയ്തടാ. എനിക്ക് തോന്നുന്നു ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ, എന്നോട് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസവാക്ക് പറഞ്ഞൂടെ, എനിക്കൊരു പ്രിവിലേജ് ഇല്ലേ എന്നൊക്കെ ഇയാൾ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പൊന്നു മോനെ. അതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റൂ. എല്ലാവരും മനുഷ്യർ തന്നെയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. 13 മിനിറ്റ് എടുത്ത് വീഡിയോ ചെയ്തല്ലോ, ഈ 13 മിനിറ്റിൽ അവിടെ ഇരുന്ന് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എന്തുകൊണ്ട് പറ്റിയില്ല എന്നാണ് അന്തു തിരിച്ച് ചോദിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്. ആ 13 മിനിറ്റ് അപ്പുറത്ത് രോഗികൾ കാണും, അവർക്കും കൂടെ കയറേണ്ട അകത്തോട്ട്. അതുകൊണ്ട് പെട്ടെന്ന് വന്നു കാര്യം കണ്ടുപിടിച്ചല്ലോ. കാര്യം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം, വെളുക്ക സംസാരിക്കാം. ഡോക്ടറിൻ്റെ ഇവിടെ വേദനയുണ്ട്, അവിടെ വേദനയുണ്ട്, ഇവിടെ തൊടുമ്പോൾ വേദനയുണ്ട്. ഡോക്ടർ ഇപ്പോൾ കൃത്യമായിട്ട് കാര്യം കണ്ടുപിടിച്ചു. അതിൽ ആ ആശുപത്രിയാണ്
അഭിനന്ദിക്കണം. എന്തായാലും ഡോക്ടർ കറക്റ്റ് കാര്യം കണ്ടുപിടിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു സർജറി ചെയ്യാം എന്ന് ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അവിടെ എന്തിനാണ് 13 മിനിറ്റ് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഡോക്ടർ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. കൃഷ്ണകുമാർ മഹാദേവൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഇപ്പോൾ ഇയാൾക്ക് മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ഇങ്ങനൊരു സംഭവം വന്നു. ഇയാൾക്ക് 10-30 വയസ്സോ എന്തോ കാണുകയുള്ളൂ. അങ്ങനെയാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു ഫ്രാക്ചർ അതും ഇവിടെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെല്ലാവരും സർജറി റെക്കമെൻഡ് ചെയ്യും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇല്ലെങ്കിൽ ഭാവിയിൽ ഇത് വലിയ തടസ്സമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ തടസ്സമായിട്ട് വരുമ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ തടസ്സമായിട്ട് വരാം, അതായത് ഗ്രിപ്പ് വീക്കാവും, നമ്മൾ മൂവ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, പിന്നെ നമ്മൾ കൈ പൊക്കുമ്പോഴൊക്കെ വേദന വരും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ക്ലിയർ, എല്ലാം ഓക്കെ ആയി എന്നുള്ള രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു സർജറിയിൽ നമുക്കിത് തീർക്കാം എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ പണം പിടുങ്ങാനായിട്ട് ഡോക്ടർമാർ ഇത് ചെയ്യും എന്നുള്ളത് അല്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആശുപത്രികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാം, കാണാതിരിക്കാം, അത് വേറൊരു വലിയൊരു സബ്ജക്റ്റാണ്, വേറൊരു ഡിബേറ്റിനുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഈ അവയവ മാഫിയ, അവയവം പിടുങ്ങും എന്നൊക്കെ പറഞ്ഞ് ഒരു ആശുപത്രി മാനം മര്യാദയ്ക്ക് നടന്നു പോകുന്ന ഒരു ആശുപത്രിയെ ഇങ്ങനെ അധപ്പതിപ്പിക്കാൻ നാണമില്ലേ, നാറി എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇയാൾ കൊണ്ടുവരുന്ന വേറൊരു കാര്യം, ആശുപത്രിയിലെ അവിടെയുള്ള ജീവനക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു ഈ ആശുപത്രി കൂറ ആശുപത്രിയാണെന്ന്, ആ ആശുപത്രിയിൽ ചികിത്സിച്ച ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു ഈ ആശുപത്രി കൂറ ആശുപത്രിയാണെന്ന്. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് ആശുപത്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് നമ്പർ 1 ആശുപത്രിയാണെങ്കിലും ആ ആശുപത്രിയിൽ ചികിത്സിച്ച ഒരാളെങ്കിലും ആശുപത്രിയെ കുറ്റം പറയും എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തന്നെ എത്ര ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്, എനിക്കും കുറ്റം പറയാമല്ലോ ആശുപത്രികളെ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൃത്യമായി മനസ്സിലാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഈ ജീവനക്കാരടക്കം കുറ്റം പറയുന്നത്, നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് വന്നതല്ലേ, ഏഷ്യാനെറ്റ് ന്യൂസിനെ കുറ്റം പറയുന്ന എത്രയോ ആൾക്കാരെ എനിക്കറിയാം. ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് അവിടെ അതിഭീകരമായിട്ടുള്ള അസമത്വമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വാർത്തയുമായിട്ട് വരാറുണ്ട്. ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഇതൊക്കെ സത്യമാണോ? അല്ല, ചോദിക്കട്ടെ. ഇപ്പോൾ പോകുന്നില്ല റിപ്പോർട്ടർ ചാനൽ, അതിനകത്തുനിന്ന് എന്തോരം ആൾക്കാർ ഒരു പീഡനം നടന്നു എന്ന് പറഞ്ഞ്, ഒരു പീഡനം, അതിനകത്തൊരു പീഡനം നടന്നതുകൊണ്ട് ഒരു യുവതി അതിനകത്ത് നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു, അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ വാർത്തകൾ വരാം. പിന്നെ ആശുപത്രി കേസാകുമ്പോൾ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരും. ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് ഇൻഷുറൻസ് കേസുകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി, ഒരു അലിഗേഷൻ ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് കമ്പനിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ആ ഇൻഷുറൻസ് കമ്പനി വളരെ കിടില ഇൻഷുറൻസ് കമ്പനിയാണെന്ന് പറയുന്ന വേറെ ആൾക്കാരും ഇവിടെ ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് അവർ ആ ഇൻഷുറൻസ് കമ്പനിയിലെ ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ള പോളിസികൾ വായിച്ച് നോക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു അസുഖം വരുന്നു, അസുഖമായിട്ട് നിങ്ങൾ ചികിത്സിക്കാൻ പോകുമ്പോൾ അവർ പറയുന്നു ഈ അസുഖത്തിന് ഇവിടെ ചികിത്സയില്ല, ഇൻഷുറൻസ് തരില്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ കിടന്ന് അതിഭീകരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ചികിത്സയില്ല, ചികിത്സ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് 5 വർഷം കഴിഞ്ഞ് ഈ ഇൻഷുറൻസ് ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് ചോദിക്കേണ്ട ബാധ്യത നമുക്കാണ്. അല്ലെങ്കിൽ നമ്മൾ അതുകൂടെ കിട്ടുന്ന ഇൻഷുറൻസ് പോയി എടുക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിവേകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് പോകണം എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ, കൂടുതൽ വായിട്ടലിക്കാൻ വയ്യ. അപ്പോൾ ശരി.